قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ പറഞ്ഞത് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായോ ഇല്ലേ എന്നറിയണമെങ്കിൽ പരലോകത്ത് നമ്മൾ എത്തിയാലേ ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ നാം ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും അത് പരിശോധിക്കുന്നതിലൂടെ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ഏകദേശമായ ഒരു രൂപം നമുക്ക് ലഭിച്ചേക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 4 പ്രധാനപ്പെട്ട അടയാളങ്ങളെ സംബന്ധിച്ചായിരുന്നു ഇന്നലെ നമ്മൾ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് അതിനെ തുടർന്നുകൊണ്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ കൂടി ചുരുക്കി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടാൽ അതിൻ്റെ തുടർച്ചയുണ്ടാകും എന്ന് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ്. എന്ന് പലപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടല്ല മനുഷ്യന്മാർ അത് ചെയ്യാത്തത്. അതുപോലെ തന്നെ തിന്മകളെ അറിയാത്തത് കൊണ്ടല്ല പലപ്പോഴും ആ തിന്മകളിൽ പോയി വീഴുന്നത്. പല നന്മകളും മനുഷ്യൻ ചെയ്യാതെ ചെയ്യാനുള്ള കഴിവും സമയവുമൊക്കെ ഉണ്ടായിട്ടും അലസത കാരണത്താൽ മനുഷ്യന്മാർ അതിൽ നിന്ന് ഒഴിവാവുകയാണ്. നമ്മുടെ തുടർ ജീവിതത്തിൽ, വിശുദ്ധ റമദാനൊക്കെ അവസാനിച്ചതിൻ്റെ ശേഷമുള്ള നമ്മുടെ ഈ തുടർ ജീവിതത്തിൽ നമുക്ക് നല്ല നല്ല കാര്യങ്ങളോട് നല്ല ഇഷ്ടം തോന്നുക എന്നുള്ളത് ഒരു നല്ല അടയാളമാണ്. തിന്മകളോട് ഒരു വെറുപ്പ് തോന്നുക എന്നുള്ളതും നന്മയുടെ അടയാളമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹുജറാത്തിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, സത്യവിശ്വാസികളായ ആളുകളുടെ ഹൃദയങ്ങളിൽ അവർക്ക് ഈമാൻ അലങ്കാരമാക്കി അല്ലാഹു നൽകും. അതുപോലെ തന്നെ ഈമാനിനോട്, വിശ്വാസപരമായ കാര്യങ്ങളോട് അവർക്ക് നല്ല ഇഷ്ടം തോന്നും. ആ രൂപത്തിലുള്ള ഒരു സ്വഭാവം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു ഭംഗി നൽകും. അതേ അവസരത്തിൽ തിന്മകളോട് അവർക്ക് വെറുപ്പ് തോന്നും. ആ തിന്മകളോടും തെമ്മാടിത്തങ്ങളോടും അവർക്ക് വെറുപ്പ് തോന്നുന്നതിൻ്റെ ഫലമായി കൊണ്ട് സന്മാർഗം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യും. ഇതൊരു മഹാഭാഗ്യമാണ്. നമ്മിൽ പലർക്കും സഹോദരങ്ങളെ നഷ്ടപ്പെടുന്നത് ഇതാണ്. കുറച്ചു കാലം നമുക്കൊരു സ്നേഹം നന്മയോട്, തിന്മയോട് ഒരു വെറുപ്പ്, എന്നാൽ അത് നിലനിൽക്കുന്നില്ല. അല്പകാലം പിന്നിടുമ്പോഴേക്ക് ചെയ്തിരുന്ന നന്മകളോട് നമുക്കൊരു വെറുപ്പും അലർജിയും, മാറ്റിവെച്ചിരുന്ന തിന്മകളോടൊരടുപ്പവും വരികയാണെങ്കിൽ അതൊരു അപകടമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് ഒരു പ്രാർത്ഥന കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഹബ്ബിബി ഇലയ്യൽ ഈമാന വസയ്യിൻഹു ഫീ ഖൽബി വകർരിഹ് ഇലയ്യൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ
വജഅൽനീ മിനർ റാഷിദീൻ. എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹബ്ബിബ് ഇലയ്യൽ ഈമാന, നീ എനിക്ക് ഇഷ്ടകരമാക്കി തോന്നിപ്പിക്കണേ, എനിക്ക് നല്ല ഇഷ്ടം തോന്നണേ. എന്തിനോട്? അൽ ഈമാൻ, ഈമാനിനോട്. വിശ്വാസപരമായ കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ വിശ്വസിക്കുവാനും എൻ്റെ ഈമാൻ എൻ്റെ ഹൃദയത്തിൽ വളരെ തിളക്കത്തോടെ നിലനിൽക്കുവാനുമൊക്കെ ഈമാൻ വർദ്ധിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളോട് ഇഷ്ടം തോന്നുക എന്നുള്ളത് അനിവാര്യമാണ്. ഈമാൻ വർദ്ധിക്കൽ എപ്പോഴാണ്? മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരധ്യായം തന്നെ നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അൽ ഈമാനു യസീദു വയൻഖുസു എന്ന്. ഈമാൻ കൂടും കുറയും. ഈമാനിന്റെ ഗ്രാഫ് കുത്തനെ ഉയരും, അതേപോലെ തന്നെ താഴുകയും ചെയ്യും. അതെങ്ങനെയാണ്? യസീദു ബിത്വാഅ, സൽക്കർമ്മങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ എത്രത്തോളം പ്രവർത്തിക്കുന്നുവോ, നമ്മൾ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്തോറും ഈമാനിന്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കും. അതേ അവസരത്തിൽ വയൻഖുസു ബിൽ മഅസിയ, പാപങ്ങൾ കൊണ്ട്, തെറ്റുകൾ കൊണ്ട് നമ്മുടെ ഈമാൻ കുറഞ്ഞു 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 പോകും. അപ്പോൾ ഈമാനിനോട് എനിക്ക് ഇഷ്ടമുണ്ടാകണേ, ഈമാൻ എന്നിലേക്ക് ഹബ്ബിബ് ഇലയ്യ, എനിക്ക് ഇഷ്ടമാക്കി തോന്നിപ്പിക്കണേ. എന്തിനെ? അൽ ഈമാൻ, ഈമാനിനെ. അഥവാ ഈമാൻ കൂടേണ്ടുന്ന പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ മുറുകെ പിടിക്കുവാനുള്ള ഒരു ഇഷ്ടം നമ്മുടെ കൽബിൽ നിലനിൽക്കാനാണ് പ്രിയമുള്ളവരെ പ്രധാനം. അതുപോലെ തന്നെ വസയ്യിൻഹു ഫീ ഖൽബി, വസയ്യിൻഹു ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ നീ അതിനെ കൊണ്ട് അലങ്കാരമാക്കണേ. ഈമാൻ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു ഹൃദയം, ആ ഹൃദയത്തിൽ എപ്പോഴും നല്ല സമാധാനമാണ് ഉണ്ടാവുക. കാരണം റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള അടിയുറച്ച വിശ്വാസമുള്ള കൽബിൽ എന്ത് തന്നെ പ്രതിസന്ധികൾ ഉരുണ്ടുകൂടിയാലും അവന്റെ മനസ്സിനവൻ സ്വസ്ഥതയും സമാധാനവും കണ്ടെത്തുന്നത് അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമ്മൾ ധാരാളമായി കേൾക്കുന്നൊരു സൂക്തമാണത്. സത്യവിശ്വാസികളായ ആളുകൾ അതേ അവരുടെ ഹൃദയങ്ങൾക്ക് നല്ല കൃത്യമായ ശാന്തിയും സമാധാനവും കൈവരുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് റബ്ബ് പറയുന്നത്, അള്ളാഹിനെ കുറിച്ചുള്ള കൃത്യമായ ഓർമ്മ കൊണ്ട് മാത്രമേ ഹൃദയങ്ങൾ അടങ്ങുകയുള്ളൂ. പ്രതിസന്ധിയുടെ കാലത്തിലൂടെയല്ലേ സഹോദരന്മാരെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് തീരുമ്പോൾ മറ്റൊരു പ്രതിസന്ധിയിലേക്കാണ് ഈ കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായിക്കൊണ്ടിങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോ മനുഷ്യന്റെ മനസ്സിൽ ടെൻഷന് ഒരു പരിധി, ടെൻഷൻ കുമിഞ്ഞുകൂടുമ്പോ റഹ്മാനായ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് നമ്മുടെ തുടർ ജീവിതത്തിൽ നന്മയുടെ പൂക്കാലമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട റമദാനിന്റെ ശേഷമുള്ള ഈ തുടർ ജീവിതത്തിൽ നമ്മൾ അലസരായി കൂടാ. നല്ലോണം റബ്ബിലേക്ക് നമ്മൾ സൽക്കർമ്മങ്ങൾ തന്നെ ആലസ്യമില്ലാതെ തന്നെ നമ്മൾ ചെയ്യണം. അതിലൂടെ നമുക്ക് ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും സഹിക്കാനും ക്ഷമിക്കാനും തരണം ചെയ്യാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥ അല്ലാഹു തരും. അതാ സുഹൃത്തുക്കളെ, ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ഹൃദയത്തിനൊരു തുമഇനീനത്ത് കിട്ടും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയിൽ. പക്ഷേ അതില്ലാത്തവർ വല്ലാതെ പ്രതിസന്ധിയിലാകും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈമാനിനോടും സൽക്കർമ്മങ്ങളോടും നമുക്ക് ഇഷ്ടം തോന്നിയാൽ, നമ്മുടെ ഹൃദയത്തെ ഈമാൻ കൊണ്ട് റബ്ബ് അലങ്കരിച്ചു വെച്ചാൽ, അതേപോലെ തന്നെ പ്രാർത്ഥനയുടെ അടുത്ത വാചകം നോക്കൂ, വകരിഹ് ഇലയ്യൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, എനിക്ക് വെറുപ്പ് തോന്നിപ്പിക്കണേ, എനിക്ക് വെറുപ്പാകണം. എന്തിനോടൊക്കെ? അൽ കുഫ്റ, അവിശ്വാസത്തിലേക്ക് പോകുന്നത് എനിക്ക് വെറുപ്പാകണം, അവിശ്വാസത്തോടെ എനിക്ക് വെറുപ്പ് തോന്നണം. വൽ ഫുസൂഖ, ദുർവൃത്തിയായ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിലേക്കൊന്നും എൻ്റെ മനസ്സ് ചാഞ്ഞു പോകാതെ എൻ്റെ മനസ്സിനെ കൃത്യമായി തന്നെ
അതിനോടൊക്കെ ഒരു തെമ്മാടിത്ത പ്രവർത്തനങ്ങളോട് എനിക്ക് വെറുപ്പ് തോന്നണം. വൽഇസ്യാൻ, റബ്ബേ നിന്നെ ധിക്കരിക്കുന്ന ഒരു പ്രവൃത്തിയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ചെയ്യാൻ എനിക്ക് തോന്നരുത്. പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും മനുഷ്യനതാ റബ്ബല്ലാത്തവരെ വിളിച്ചു തേടും. പലരും ആ പ്രത്യേകമായ അവസരം ചൂഷണം ചെയ്യാൻ നമ്മുടെ മുമ്പിൽ വരും. നിങ്ങൾ ഇന്നയിടത്തേക്ക് നേർച്ചയാക്കിക്കോ, ഇന്ന ദർഗയിലേക്ക് നേർച്ചയാക്കിക്കോ, ഇന്നവരെ വിളിച്ചു പ്രാർത്ഥിച്ചോ, ഇന്നവർക്കൊക്കെ നീ സംഭാവനകൾ ഗൂഗിൾ പേയിലൂടെ കൊടുത്തോ, ജിപേയിലൂടെ നിനക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അവരോടൊക്കെ പറഞ്ഞോ, അവരൊക്കെ നിനക്ക് വേണ്ടി നിന്റെ കാര്യങ്ങളൊക്കെ അള്ളാനോടങ്ങ് പറഞ്ഞിട്ട് നിന്നെ അങ്ങ് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് നമ്മുടെ ഈമാനിനോടൊപ്പം നമ്മുടെ പോക്കറ്റിലെ പണവും അവരുടെ പോക്കറ്റിലേക്ക് വരുത്തുവാനുള്ള വിദ്യകളുമായി പലരും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ രംഗത്ത് വരുമ്പോ വളരെ കൃത്യമായി സൂക്ഷിക്കണം. നമ്മുടെ ഈമാനിനെ പോക്കറ്റടിച്ചു കൊണ്ടുപോവുകയാണ്. കുഫറിലേക്കും ഫുസൂഖിലേക്കും ഇസ്യാനിലേക്കുമൊക്കെ മനുഷ്യനെ അങ്ങ് തള്ളിവിടുമ്പോ അവൻ യഥാർത്ഥമായ ഈമാനിന്റെ പാതയിൽ നിന്ന് തെറ്റിപ്പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, വജഅൽനീ മിനർ റാഷിദീൻ. റഹ്മാനായ റബ്ബിന്റെ ആ നേർമാർഗം ലഭിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർത്ത് തരണേ അല്ലാഹ്. കണ്ടോ? അപ്പൊ അല്ലാഹുമ്മ ഹബ്ബിബി ഇലയ്യൽ ഈമാന വസയ്യിൻഹു ഫീ ഖൽബി വകരിഹ് ഇലയ്യൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാന വജഅൽനീ മിനർ റാഷിദീൻ. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് നല്ല കാര്യങ്ങളോടുള്ള ഇഷ്ടം തോന്നുകയും തിന്മയോട് വെറുപ്പ് തോന്നുമ്പോഴുമാണ് അത് സംഭവിക്കുന്നത്. നന്മകളോട് ഇഷ്ടം തോന്നിയാലേ അത് ചെയ്യുകയുള്ളൂ. നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ മേശപ്പുറത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഷെൽഫിൽ തന്നെ കയ്യെത്തുന്ന ദൂരത്ത് ഖുർആൻ ഉണ്ടായിട്ട് അതെടുക്കാൻ എനിക്ക് എടുത്തൊന്ന് ഒരു പേജ് പാരായണം ചെയ്യാൻ എനിക്ക് തോന്നാതിരിക്കാൻ എന്താണ് കാരണം? എനിക്കത് വായിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, എനിക്ക് സമയമില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ എൻ്റെ മനസ്സിലതാ ഒരു അശക്തിയും ഒരു അലസതയും അവിടെ ചെകുത്താൻ കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ അദ്കാറു സബാഹിലും അദ്കാറുൽ മസായിലും ഒക്കെ പറഞ്ഞതെന്താ? പ്രാർത്ഥിപ്പിക്കുന്നത് നമ്മെ കൊണ്ട് എന്താ പ്രാർത്ഥിപ്പിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ. കണ്ടോ? അജ്സും കസലും. അജ്സ് എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ്, അശക്തി. കസൽ എന്ന് പറഞ്ഞാലോ ടൈമുണ്ട്, കഴിവുണ്ട്, പക്ഷെ ചെയ്യാൻ തോന്നണില്ല. ഇതല്ലേ നമ്മുടെ പ്രശ്നം? ഉളുവെടുത്ത് വേഗത്തിൽ പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടല്ല, പിന്നെന്താ? ഒരു മടി. ഖുർആൻ ഓതാൻ കഴിയാത്തത് കൊണ്ടല്ല, മടി. നല്ലൊരു കാര്യം പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, രാത്രി ഒരല്പമെങ്കിലും നിസ്കരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ അലസത. ഇതൊരു രോഗമാണ്. അതുണ്ടാവാതെ നോക്കണം. റമദാനിന്റെ ശേഷമുള്ള ഈ തുടർ ജീവിതത്തിലും അത് വരാതെ നോക്കണം. അതിനെന്താ വേണ്ടത്? നമ്മുടെ മനസ്സിൽ നന്മകളോട് നല്ല സ്നേഹം തോന്നണം, തിന്മകളോട് കഠിനമായ വെറുപ്പും തോന്നണം. അത് നമുക്ക് തരേണ്ടത് റബ്ബാണ്. ആ റബ്ബിനോട് അതിനു വേണ്ടി നമ്മൾ തേടണം. അങ്ങനെ ഒരു നന്മയോടുള്ള അഭിനിവേശവും തിന്മയോടുള്ള വൈമുഖ്യവും നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു നല്ല അടയാളമാണ്. എന്തിൻ്റെ അടയാളമാണ്? നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് നമ്മൾ ആശ്വസിക്കുക സഹോദരങ്ങളെ. ഇതാണ് ഇന്നലത്തേതിൻ്റെ തുടർച്ചയായി അഞ്ചാമത്തെ കാര്യമായി എനിക്ക് എന്നെയും നിങ്ങളെയും ഉണർത്തുവാനുള്ളത്. ആറാമതായി സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള എളുപ്പം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാര്യങ്ങൾ എളുപ്പമാക്കി തരിക. അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള തൗഫീക്ക് നമുക്കുണ്ടാവുക. അത് അള്ളാഹുവാണ് നമുക്ക് തരേണ്ടത് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അതെപ്പോഴാണ് അള്ളാഹു തരിക? അള്ളാഹു എപ്പോഴാണ് അതിനുള്ള തൗഫീഖ് തരിക? നാം പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുമ്പോഴും അള്ളാഹുവിന് വേണ്ടി നമ്മൾ ധർമ്മം കൊടുക്കുന്നതിലൂടെയും ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ സ്വർഗമാണ് എൻ്റെ ലക്ഷ്യം എന്ന് വളരെ കൃത്യമായി ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിക്കുന്നതിലൂടെയുമൊക്കെ ഇതിനുള്ള തൗഫീഖ് ഉണ്ടാകുമെന്നാണ് ഖുർആൻ പറയുന്നത്. فَأَمَّا مَنْ أَعْطَى وَاتَّقَى وَصَدَّقَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْيُسْرَى وَأَمَّا مَنْ بَخِلَ وَاسْتَغْنَى وَكَذَّبَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْعُسْرَى. എന്താണ് ആ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്? ആര്
കൊടുത്തുവോ അള്ളാഹിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാൻ. ഇപ്പൊ ധർമ്മം ഏറ്റവും ആവശ്യമുള്ള കാലാണ് സഹോദരങ്ങളെ. ചുറ്റുപാടും ആളുകളുണ്ട്. നമ്മൾ അള്ളാഹിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് എത്ര ചെറുതാണെങ്കിലും നമ്മളാലാവുന്നത് നമ്മൾ ചെയ്യാൻ. അങ്ങനെ വത്തഖ, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുക. വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് മഹ്ശറിൽ പരലോകത്ത് സ്വർഗമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അത് സത്യമാണ്. ആ നിലക്ക് സ്വർഗത്തെ മോഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അള്ളാഹു അവന്റെ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ എളുപ്പമാക്കി ഇങ്ങനെ കൊടുക്കും. ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് നാം അവന് എളുപ്പം നൽകും. അതേ അവസരത്തിൽ പിശുക്ക് കാണിക്കുന്നു. പിശുക്ക് കാണിക്കുന്നു. തൻ്റെ അടുക്കലുള്ള ധനം ഞാൻ ആർക്കും കൊടുക്കൂല, എനിക്കാരുടെയും സഹായവും വേണ്ട, ഞാൻ തന്നെ സ്വയം പോന്നവനാണ് എന്ന ധാരണയോടെ അഹങ്കാരത്തോടെ ഇരിക്കുന്നവരില്ലേ. വകദ്ദബ ബിൽ ഹുസ്ന, അവൻ എല്ലാ നന്മകളെയും ഉത്തമമായതിനെയും പരലോകത്ത് കിട്ടുന്ന നന്മയും അതൊന്നും അവനൊരു പ്രശ്നമേ അല്ല. അവൻ അതെല്ലാം നിരാകരിക്കുകയും അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ഭൗതികമായ അവനവന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെയും സൗകര്യങ്ങളുടെയും ലോകത്തേക്ക് അങ്ങോട്ട് ചുരുങ്ങുകയും ചെയ്യുന്ന സ്വാർത്ഥന്മാരാകുമ്പോൾ അവർ ഞെരുക്കത്തിലേക്കാണ് നാം അവർക്ക് എളുപ്പം ചെയ്തു കൊടുക്കുക. അവരുടെ കാര്യം ഞെരുക്കത്തിലേക്ക് തന്നെയാണ് പോവുക. തൽക്കാലം അവർക്ക് അങ്ങനെയൊക്കെ ഒരു സന്തോഷം തോന്നുമെങ്കിലും പര്യവസാനം വളരെ ഞെരുക്കമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഈ ശേഷക്കാല ജീവിതത്തിൽ നിലനിൽക്കേണ്ടുന്ന തത്വങ്ങളായി നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ്? നല്ല നല്ല ആളുകളോടുള്ള സ്നേഹം, തിന്മകൾ ചെയ്യുന്ന ആളുകളോടുള്ള വെറുപ്പ്. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർവശം. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? നന്മകളോട് സ്നേഹം, തിന്മകളോട് വെറുപ്പ്. ഇതേപോലെ നന്മകൾ ചെയ്യുന്ന സദ്വൃത്തരായ ആളുകളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? തെറ്റുകൾ ചെയ്യുന്ന, തെമ്മാടിത്തം പ്രവർത്തിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ മാനസികമായി അവരോട് വെറുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതൊരു ഈമാനികമായ നമ്മുടെ വളർച്ചയുടെ ലക്ഷണമാണ് എന്നാണ് നമുക്ക് ഇസ്ലാമിൻ്റെ കൃത്യമായ രേഖകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിക്കുക, അള്ളാഹുവിൻ്റെ പേരിൽ ഒരാളോട് വെറുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഈമാനിന്റെ ഏറ്റവും ബലവത്തായ പാശമാണ്, കയറാണ്. എന്ത്? അൻ തുഹിബ്ബ ഫില്ലാഹ് വ തുബ്ഗിദ ഫില്ലാഹ്. നീ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക. ഏതും അള്ളാഹുവിന് വേണ്ടി. ആത്മാർത്ഥതയാണ് അവിടെയൊക്കെ, ഇഖ്ലാസാണ് അതിലൂടെയൊക്കെ പഠിപ്പിക്കുന്നത്. മൻ അഹബ്ബ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, വഅബ്ഗദ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണ് ഒരാളെ വെറുക്കുന്നതെങ്കിൽ, വഅഅ്താ ലില്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഒരാൾക്ക് വല്ലതും നൽകുന്നതെങ്കിൽ, വമനഅ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് ഒരാൾക്ക് കൊടുക്കാതിരിക്കുന്നതുമെങ്കിൽ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പരിപൂർണമായിരിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ തുടർ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന നല്ല നല്ല അടയാളങ്ങളാണ്. ഇതൊക്കെ നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണിത് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ അവസാനമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ള ഒരു നല്ല ലക്ഷണം, ഈ റമദാനിന്റെ ശേഷമുള്ള നമ്മുടെ ഈ ജീവിതത്തിലും നമ്മൾ തൗബയിലും ഇസ്തിഗ്ഫാറിലും തന്നെയാണോ തുടരുന്നത് എന്നാണ്. അതോ റമദാൻ കഴിഞ്ഞു, ഇസ്തിഗ്ഫാറിന്റെ മാസം കഴിഞ്ഞു, മഗ്ഫിറത്തിന്റെ മാസം കഴിഞ്ഞു, നരകവിമോചനത്തിന്റെ മാസം പിന്നിട്ടു, അതുകൊണ്ട് ഇനി അതൊന്നും ആവശ്യമല്ല, ഞാനൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് എന്ന ഒരു ബോധമാണോ നമ്മുടെ മനസ്സിലുള്ളത്? എങ്കിൽ അപകടമാണ്. കാരണം മനുഷ്യൻ അവന്റെ മരണം വരെ അവൻ ഇസ്തിഗ്ഫാർ ഒഴിവാക്കാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ ഈ ലോകം കണ്ട ഏറ്റവും വലിയൊരു മനുഷ്യന് വേറെയുണ്ടോ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും, ഒരു തെറ്റുകൾ വരാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അള്ളാന്റെ കൽപ്പന എന്താണ്? ഫസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നബിയെ താങ്കളുടെ പോരായ്മകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനത്തിന് അർത്ഥിക്കൂ എന്ന്, വിശ്വാസികൾക്ക് വേണ്ടിയും താങ്കൾ തേടൂ എന്ന്. ആലോചിച്ചു നോക്കൂ ഇസ്തിഗ്ഫാറിന്റെ ആ പ്രാധാന്യം. മാത്രമല്ല, പ്രവാചക ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഇറങ്ങിയ അധ്യായമല്ലേ സൂറത്തുൻ നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. കണ്ടോ,
ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു എന്ന് അല്ലാഹുവിന്റെ റസൂലിനോടാ പറയുന്നത്. അള്ളാഹുവിനെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുകയും അവനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കുകയും ചെയ്യുക. അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്ന തവ്വാബാണ് അള്ളാഹു എന്നാ ഓർമ്മപ്പെടുത്തുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ എമ്പാടും തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന നിലക്ക് അവിടുത്തോട് പശ്ചാത്തപിക്കാൻ പറഞ്ഞതല്ല. അത് ലോകത്തിനൊരു മാതൃകയാകുന്ന നിലക്ക് ലോകം കണ്ട ഏറ്റവും നല്ലവരിൽ നല്ലവനായ നേതാവിനോട് പോലും അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അപ്പൊ ഇസ്തിഗ്ഫാറിന് ഒരു റമദാൻ മാത്രമേ ഉള്ളൂ എന്ന ധാരണ നമുക്ക് ഈ തുടർ മാസത്തിലും തുടർ ജീവിതത്തിലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ എന്നെയും നിങ്ങളെയും ഈ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ, നിങ്ങൾ ഏത് നന്മ ചെയ്താലും ഒരു നന്മ ചെയ്യുന്ന വേളയിലൊക്കെ വിശുദ്ധ ഖുർആൻ എന്തിനാ ഇസ്തിഗ്ഫാർ പറയുന്നത്? നമ്മൾ എത്ര നല്ല നിലക്ക് ചെയ്താലും ന്യൂനതകൾ സ്വാഭാവികമാണ് സഹോദരങ്ങളെ. അതല്ലേ ഒരു മനുഷ്യൻ ഉമ്മ പ്രസവിച്ച ഒന്നാമത്തെ സമയപ്പോലെ ആദ്യ ദിനം പോലെ വിശുദ്ധനായി മടങ്ങി വരുന്ന വേളയാണ് ഹജ്ജ് കഴിഞ്ഞാൽ, അല്ലേ? എന്നാൽ ആ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നിടത്ത് എന്താ പറയുന്നത്? സുമ്മ അഫീദൂ മിൻ ഹൈസു അഫാദന്നാസു വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. കണ്ടോ, പിന്നീട് നിങ്ങൾ ജനങ്ങൾ ഒഴുകുന്നിടത്ത് നിന്ന് നിങ്ങളും ഒഴുകണം. അറഫയിൽ നിന്നും അറഫാത്തിലേക്കുള്ള പോക്കും, അതുപോലെ തന്നെ അറഫയിൽ നിന്നും മുസ്ദലിഫയിലേക്കുള്ള പോക്കും, അങ്ങനെ ഹജ്ജിൻ്റെതായ അനുഷ്ഠാന കാര്യങ്ങൾ പറയുന്നിടത്താണ് അള്ളാഹു പറയുന്നത് എന്ത്? വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിന് ചോദിക്കണം. ആളുകൾ ഒഴുകുന്നിടത്ത് നിന്ന് അറഫാത്തിൽ നിന്നുകൊണ്ട് പാപമോചനം ലഭിച്ചവരായിട്ട് പോകുമ്പോഴും നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിന് ചോദിക്കണം എന്നാ അള്ളാഹ് പറയുന്നത്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യമുള്ളവനുമാണ്. സൂറത്തുൽ ബഖറയിലെ 199 ആയത്തിൽ അള്ളാഹു അങ്ങനെ പറയുന്നില്ലേ? ഇനിയും നോക്കൂ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും മഹത്വമേറിയത് ഏതാ? 5 നേരത്തെ നിസ്കാരല്ലേ? ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മളോട് എന്ത് പറയാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത്? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. കേട്ടോ, 3 തവണ അത് പറയാനല്ലേ കൽപ്പിച്ചത്? നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ? അപ്പൊ സൽക്കർമ്മങ്ങൾക്ക് ശേഷം പോലും അതാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം തെറ്റുകളും പാപങ്ങളും കുറ്റങ്ങളുമൊക്കെ. എത്രത്തോളം നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അപ്പൊ തുടർ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ നമുക്ക് ഉണ്ടോ എങ്കിൽ അത് നല്ലൊരു ലക്ഷണമായിട്ട് നമ്മൾ കാണണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വിശ്വാസികളതാ പാതിരാവുകളിൽ എഴുന്നേറ്റ് അത്താഴ സമയങ്ങളിൽ അവർ തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ആ നിസ്കാരത്തിൻ്റെയൊക്കെ അവസരങ്ങളിൽ അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞതെന്താ? വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, മുഅ്മിനീങ്ങള് രാവിന്റെ അന്ത്യയാമങ്ങളിൽ പൊറുക്കലിനെ ചോദിക്കുന്നവരാണ്. ബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവരതാ രാവിന്റെ അന്ത്യയാമങ്ങളിൽ പൊറുക്കലിനെ തേടുന്നവരാണ് എന്ന് പറയുന്നത് എന്താ? അള്ളാഹിനോട് ഏറ്റവും അടുപ്പം കിട്ടുന്ന ഒരു നേരാണ്, ചോദിച്ചാൽ എന്തും കിട്ടുന്ന സമയമാണ്. ഏത്? സുബഹിന്റെ തൊട്ട് മുമ്പുള്ള ആ സമയങ്ങളൊക്കെ. അവിടെയും നമ്മളോട് ആ സമയത്ത് പല പ്രവർത്തനങ്ങൾ മനുഷ്യന്മാര് സൽക്കർമ്മങ്ങൾ ചെയ്യും. പക്ഷെ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്താണ്? ആ സമയത്ത് പ്രത്യേകം നമ്മൾ മറക്കാതെ ചെയ്യേണ്ട കാര്യം ഏതാണ്? ഇസ്തിഗ്ഫാറാണ്. പാപമോചനത്തേട്ടത്തിനൊരു കാലമുണ്ടെന്ന് ആരും വിചാരിക്കരുത്. റമദാൻ കഴിഞ്ഞില്ലേ, ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡെയിലി തൗബ ചെയ്യണം സഹോദരങ്ങളെ. ഡെയിലി നമ്മുടെ മനസ്സിൽ കുറ്റബോധത്തോടെ പ്രാർത്ഥന വേണം സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ നമ്മൾ അപകടത്തിലേക്ക് പോകും. അത് വളരെ ഗൗരവമായിട്ട് ഞാനും നിങ്ങളും മനസ്സിരുത്തി ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മൾ ഒരിടത്ത് ആളുകളോടൊപ്പം ഒരു സ്ഥലത്തൊരു മജ്ലിസിൽ ഇരുന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പോലും ആ മജ്ലിസിന്റെ കഫാറത്തായിക്കൊണ്ട്, അഥവാ മജ്ലിസിൽ വെച്ചുണ്ടായേക്കാവുന്ന ഏതെങ്കിലും അനിഷ്ടകരമായ കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു നിവൃത്തി എന്ന നിലക്ക്, പ്രായശ്ചിത്തം എന്ന നിലക്ക് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിക്റിൽ പോലും ഇസ്തിഗ്ഫാർ അല്ലേ മുഴച്ചു നിൽക്കുന്നത്? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇതല്ലേ മജ്ലിസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, ഒരിടത്ത് കൂടിയിരുന്ന നമ്മൾ ആ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കഫാറത്തുൽ മജ്ലിസ് എന്ന നിലക്ക് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
അപ്പൊ ജീവിതത്തിൽ ഒരിടത്തിരുന്ന് പിരിഞ്ഞു പോകുമ്പോൾ മാത്രമല്ല, ഈ ജീവിതത്തിൽ നിന്ന് പരലോകത്തേക്കുള്ള നമ്മുടെ അവസാന സമയം വരെ നമ്മുടെ ജീവിതത്തിൽ കുറ്റബോധവും ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ അധികരിപ്പിക്കണം. അതൊക്കെ നമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇങ്ങനെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങളൊക്കെ ഏറ്റവും കുറ്റമറ്റതായ നിലയിലായിത്തീരുവാൻ വേണ്ടി സർവശക്തനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആ നിലക്കുള്ള ഒരു സാഹചര്യവും അവസ്ഥയും റമദാൻ വിട പറഞ്ഞ ഈ ഒരു ദിവസങ്ങളിലും ഇപ്പോൾ മാത്രമല്ല തുടർ ജീവിതത്തിലും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. റഹ്മാനായ റബ്ബ് മഖ്ബൂലീങ്ങളിൽ, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും ഏത് കർമ്മങ്ങൾ കൊണ്ട് ചെന്നാലും അവയുടെയൊക്കെ ന്യൂനത കാരണത്താൽ ആട്ടിപ്പായിക്കപ്പെടുന്ന, റബ്ബിൻ്റെ ഭാഗ്യത്തിൽ നിന്ന് ബഹുദൂരം അകറ്റപ്പെടുന്ന ആളുകളിൽ പെടാതെ നമ്മെ അവൻ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരങ്ങൾക്ക് അവരുടെ ശത്രുക്കളിൽ നിന്ന് റബ്ബ് മോചനം നൽകുമാറാകട്ടെ. റബ്ബിൻ്റെ കാവൽ അവരിൽ സദാ വർഷിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.